പീപ്പിൾസ് അക്കാഡമി നമ്മൾ നോക്കുന്നത് മുൻവർഷ ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏതാണ് തെറ്റാണ് എന്ന് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് ജനനം. അപ്പോൾ പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത് ഇരവിപേരൂരാണെന്നറിയാം, പത്തനംതിട്ട ജില്ലയാണെന്നറിയാം. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത്, പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. അത് കറക്റ്റാണ്, അത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. അടുത്ത, യോഗക്ഷേമ സഭയുമായി പ്രവർത്തിച്ചു എന്ന് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അത് തെറ്റാണ്. അടുത്ത്, ശ്രീമൂലം പ്രജാസഭയിൽ 1921-ലും 1931-ലും ഇദ്ദേഹം അംഗമായിരുന്നു. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള ഏതാ? ഓപ്ഷൻ ബി ആണ്. ഇത്തരം 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. യോജിക്കാത്തത് പ്രസ്താവന ഏത് എന്നായിരുന്നു ചോദിച്ചിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന പൊയ്കയിൽ യോഹന്നാൻ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ നമുക്ക് നോക്കാം. അപ്പം നോക്കൂ. അപ്പോൾ അദ്ദേഹം ജനിക്കുന്നത് 1879 ഫെബ്രുവരി 17 പൊയ്കയിൽ യോഹന്നാൻ ജനിക്കുന്നത്. എവിടെയാണെന്ന് ചോദിച്ചാൽ ഇരവിപേരൂർ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിരുന്നു. ഇരവിപേരൂരാണ്. ഇരവിപേരൂർ തിരുവല്ലയാണ്. തിരുവല്ല ഏത് ജില്ല? പത്തനംതിട്ട ജില്ലയാണെന്ന് ഓർത്തു വയ്ക്കുക. കൃത്യമായിട്ട് ഓർത്തു വെച്ച് പഠിക്കുക. അടുത്ത, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കുമാരൻ അല്ലെങ്കിൽ കുമാരൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അന്തരിച്ച വർഷം ചോദിച്ചാൽ 1939 ജൂൺ 29 പൊയ്കയിൽ യോഹന്നാൻ ജനിക്കുന്നത് 1879 ഫെബ്രുവരി 17. ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനായിരുന്നു വെച്ചാൽ ഇദ്ദേഹമാണ്. ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഇദ്ദേഹമാണെന്ന് ഓർത്തു വയ്ക്കുക. ദ്രാവിഡ ദളിതൻ ആശയം പൊയ്കയിൽ യോഹന്നാനാണ്. അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി യോഹന്നാൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ, PRDS. ഇത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞതാണ്. PRDS സ്ഥാപിച്ച വർഷം ചോദിച്ചാൽ 1909. ഇദ്ദേഹം ക്രിസ്ത്യൻ മതം ഉപേക്ഷിക്കുന്നതും 1909. ഇദ്ദേഹം ക്രിസ്ത്യൻ മതത്തിൽ ആകൃഷ്ടനായി ക്രിസ്ത്യൻ മതം സ്വീകരിക്കുകയും 1909 ഇത് ഉപേക്ഷിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ PRDS സ്ഥാപിച്ച വർഷം 1909 എന്ന് ഓർത്തു വയ്ക്കുക. പ്രത്യക്ഷ ദേവസഭയുടെ ആസ്ഥാനം ചോദിച്ചാൽ ഇരവിപേരൂരാണ്. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരാണ്. ഈ PRDSന്റെ രക്ഷാധികാരി എന്നറിയപ്പെടുന്ന ഇദ്ദേഹം തന്നെയാണ്, കുമാര ഗുരുദേവൻ തന്നെയാണ്. PRDSന്റെ മുഖപത്രം ചോദിച്ചാൽ ആദ്യാർ ദീപം. ഓർത്തു വെച്ച് പഠിച്ചോളാം, ആദ്യാർ ദീപം. ഇതിന്റെ മുഖപത്രമാണ് ആദ്യാർ ദീപം എന്ന് ഓർത്തേക്കാം. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച ശേഷം യോഹന്നാൻ അറിയപ്പെടുന്ന പേരുകളാണ് പൊയ്കയിൽ അപ്പച്ചൻ, അതുപോലെ തന്നെ കുമാര ഗുരുദേവൻ. ഈ പേരുകൾ അറിയപ്പെട്ടു തുടങ്ങിയത് അദ്ദേഹം പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചതിന് ശേഷം എന്ന് ഓർത്തു വയ്ക്കാം. അടുത്ത പോയിന്റ് നോക്കാം. ഞാൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം 1921 1931. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൃത്യമായിട്ട് അറിയാം. യോഹന്നാന്റെ കവിതകളുടെ സമാഹാരം അറിയപ്പെടുന്നത് രത്നമണികൾ എന്നാണ്. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം അറിയപ്പെടുന്നത് രത്നമണികൾ. ഓക്കെ, ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആദ്യത്തെ എയ്ഡഡ് സ്കൂൾ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. ഓക്കെ, ഓർത്തു വയ്ക്കാൻ. ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്ത് സ്കൂളാണ്? എയ്ഡഡ് സ്കൂൾ സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാനാണെന്ന് ഓർത്തു വയ്ക്കുക. അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്ന അടിലഹള എന്നാണ്. ഏതാണ്? അടിലഹള. സർക്കാർ അനുമതിയോടെ അയിത്തജാതിക്കാർക്ക് തിരുവിതാംകൂർ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചതും ഇദ്ദേഹമാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത്, പൊയ്കയിൽ യോഹന്നാൻ നടത്തിയ ദളിത് സമുദായത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ അടിലഹളയിൽ വരുന്നതാണ് വാകത്താനം ലഹള. 1907 നടന്നതാണ് വാകത്താനം ലഹള എന്ന് ഓർത്തു വയ്ക്കുക. എന്താണ് വാകത്താനം ലഹള എന്ന് വെച്ചാൽ ക്രിസ്തുമതത്തിലെ വിവേചനത്തിനെതിരെ പ്രതിഷേധിച്ച് അദ്ദേഹം ബൈബിൾ കത്തിച്ചു. എവിടെ വെച്ച്? വാകത്താനത്ത് വെച്ച്. അതാണ് വാകത്താനം ലഹള എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ വാകത്താനം ലഹള 1907 എന്ന് ഓർത്തു വയ്ക്കുക. ക്രിസ്തുമതത്തിലെ വിവേചനത്തിനെതിരെയാണ് ഇദ്ദേഹം കത്തിക്കുന്നത്, ബൈബിൾ കത്തിക്കുന്നത് 1907 എന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ കൊഴുക്കും ചിറ ലഹള, മുണ്ടക്കയം ലഹള, അതുപോലെ തന്നെ മംഗളം ലഹള, അതുപോലെ വെള്ളനാടി സമരം, ഇതെല്ലാം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട, അതായത് പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട സമരങ്ങളാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത, ഈ MR രേണുകുമാറാണ് പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകം എഴുതിയത്. പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകം എഴുതിയതാണെന്ന് വെച്ചാൽ MR രേണുകുമാർ ആണെന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം വീണ്ടും സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക.
ആദ്യ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറി WC ബാനർജി ആയിരുന്നു. അത് തെറ്റാണ്. അപ്പോൾ ഫസ്റ്റ് നോട്ടത്തിൽ ചിലപ്പോൾ ശരിയെന്ന് തോന്നും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് WC ബാനർജി. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഓക്കെ, അടുത്ത INCയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. അത് കറക്റ്റാണ്. പൂനെയിലാണ് ആദ്യം തീരുമാനിച്ചത്. പ്ലേഗ് പടർന്ന് തുടർന്നാണ് ഇങ്ങോട്ടേക്ക് മാറ്റുന്നത്, മുംബൈയിലേക്ക് മാറ്റുന്നത്. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് എത്ര പേരാണ്? 72 പേരാണ്. അത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്ത INCയുടെ രണ്ടാം സമ്മേളനം നടന്നത് മദ്രാസിലായിരുന്നു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സമ്മേളനം കൊൽക്കത്തയിൽ വെച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ ഏതൊക്കെ തെറ്റ്? 1ഉം 4ഉമാണ് തെറ്റ്. ഈ ചോദ്യത്തിലെ 1ഉം 4ഉം സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1ഉം 4ഉം സ്റ്റേറ്റ്മെന്റ് തെറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ ഈ ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ പഠിക്കണമെങ്കിൽ കൃത്യമായിട്ട് അതുമായിട്ട് റിലേറ്റ് വരുന്ന ഫാക്റ്റുകൾ കൃത്യമായിട്ട് പഠിച്ചിരുന്നാൽ മാത്രമേ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം ചെയ്യാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പോൾ നമുക്ക് ഓരോ പോയിന്റുകളായിട്ട് നോക്കാം. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28-ന്. 1885 ഡിസംബർ 28-നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകൃതം. ഓക്കെ, INCയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് A.O. ഹ്യൂമാണ്. A.O. ഹ്യൂമിന്റെ ഫുൾ നെയിം എന്താ? അലൻ ഒക്ടോവിയൻ ഹ്യൂം. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി. ഓക്കെ, ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി എന്നറിയപ്പെടുന്ന ആരാണ്? A.O. ഹ്യൂമാണെന്ന് ഓർത്തുക. ഓർണിത്തോളജി എന്താണ്? പക്ഷിശാസ്ത്രം. ഓക്കെ, പക്ഷികളെ കുറിച്ചുള്ള പഠനശാഖയാണ് ഓർണിത്തോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അലൻ ഒക്ടാവിയൻ ഹ്യൂമാണെന്ന് ഓർത്തുക. അദ്ദേഹമാണ് INCയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജാതാവായ ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് മുംബൈയാണ്. മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ചാണ് ആദ്യ സമ്മേളനം നടക്കുന്നത്. 1887 ഡിസംബർ 28-ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ WC ബാനർജി. ഉമേഷ് ചന്ദ്ര ബാനർജി അഥവാ WC ബാനർജി. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിശേഷിപ്പിച്ച ആരെന്ന് വെച്ചാൽ ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ INC സമ്മേളനಕ್ಕೆ വേദിയായത് എവിടെയെന്ന് വെച്ചാൽ ന്യൂഡൽഹിയാണ്. ഇപ്പോൾ ഓർത്തു വയ്ക്കുക, സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ INC സമ്മേളനಕ್ಕೆ വേദിയായത് ന്യൂഡൽഹിയാണ്. രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടനയാണ് INC. ഓക്കെ, രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ആര് വിശേഷിപ്പിച്ചു? ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടനയാണ് INC എന്ന് ഓർത്തു വയ്ക്കുക. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ JB കൃപലാനിയാണ്. JB കൃപലാനിയാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റായ വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റായ വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. INCയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി തെരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം 1925-ലെ കാൺപൂർ സമ്മേളനം. 1925-ലെ കാൺപൂർ സമ്മേളനത്തിലാണ് ഹിന്ദി INCയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് തെരഞ്ഞെടുത്തത്. അടുത്ത INC പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത എന്ന് വെച്ചാൽ സരോജിനി നായിഡുവാണ്. ഏത് വർഷം എന്ന് വെച്ചാൽ 1925-ലാണ്. 1925 ആ സമ്മേളനത്തിലാണ് എന്ത് സംഭവിച്ചത്? ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ട് തെരഞ്ഞെടുത്തത് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന് വെച്ചാൽ ആനി ബെസന്റ് ആണ്. 1917-ലാണ് ആനി ബെസന്റ് INC പ്രസിഡന്റ് ആകുന്നത്. 1917. കോൺഗ്രസ് സമ്മേളനത്തിന്റെ നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം എന്ന് വെച്ചാൽ ചെന്നൈയാണ്. ചെന്നൈ, തമിഴ്നാട് ഓർത്തു വയ്ക്കുക. കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ചെന്നൈ ആണെന്ന് ഓർത്തു വയ്ക്കുക. 1905 ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പോൾ 1905-ലെ ബംഗാൾ വിഭജന സമയത്ത് INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെയാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത പോയിന്റ്, ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ INC പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ സുഭാഷ് ചന്ദ്രബോസ്. INC സ്ഥാപിച്ച സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ INC പ്രസിഡന്റ് എന്ന് ഓർത്തു വയ്ക്കുക. 1939-ലാണ് ഇലക്ഷൻ നടക്കുന്നത്. 1938-ലും ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. പക്ഷേ ഇലക്ഷനിലൂടെ ആദ്യമായി തെരഞ്ഞെടുക്കുന്ന 1939 സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന് ഓർത്തു വയ്ക്കുക. INC പ്രസിഡന്റായ ആദ്യ വിദേശി ആരെന്ന് വെച്ചാൽ ജോർജ് യൂൾ എന്ന് പഠിച്ചിരിക്കുക. ജോർജ് യൂൾ ആണെന്ന് പഠിച്ചിരിക്കുക. അടുത്ത പോയിന്റിലേക്ക് പോകാം.
1888 INC-ക്കെതിരായി സർ സെയ്ദ് അഹമ്മദ് ഖാൻ രൂപീകരിച്ച സംഘടന ഏത് എന്ന് ചോദിച്ചാൽ യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. ശ്രദ്ധിക്കുക, 1888 INC-ക്ക് എതിരായി ആര്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ രൂപീകരിച്ച സംഘടനയാണ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ സമ്മേളനം 1905 ബനാറസ് സമ്മേളനമാണ്. ജനഗണമന ആദ്യമായി പാടിയ ANC സമ്മേളനം 1911 കൊൽക്കത്ത സമ്മേളനമാണ്. പലതവണ PSC ചോദിച്ച ചോദ്യമാണ്. ജനഗണമന, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1911 കൊൽക്കത്ത സമ്മേളനമാണ്. 1911 ഡൽഹി, കൊൽക്കത്തയിൽ നിന്നും ഡൽഹി തലസ്ഥാനമായി മാറിയത് എന്ന് ഓർത്തുവയ്ക്കുക. 1911 ആദ്യമായി ജനഗണമന എഴുതുന്നത് ടാഗോർ ആണെന്ന് ഓർത്തുവയ്ക്കുക. ഇപ്പൊ ടാഗോറാണ് ജനഗണമന എഴുതുന്നത്. അപ്പോൾ 52 സെക്കൻഡാണ് പാടാൻ എടുക്കുന്ന സമയം. ജനഗണമനയുമായി ദേശീയ ഗീതവും ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട ഭാഗം നമ്മൾ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് നോക്കാം. അപ്പൊ അടുത്ത ANC പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓർത്തുവയ്ക്കുക, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഏറ്റവും കൂടുതൽ കാലം ANC പ്രസിഡന്റ് ആയ വ്യക്തി സോണിയാഗാന്ധിയാണ്. 1998 സോണിയാഗാന്ധി ANC പ്രസിഡന്റ് ആകുന്നത്. ഓർത്തുവയ്ക്കുക. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ ANC പ്രസിഡന്റ് ആയിരുന്നു വെച്ചാൽ ഇന്ദിരാഗാന്ധി. 1959 ഇന്ദിരാഗാന്ധി ANC പ്രസിഡന്റ് ആകുന്നത്. ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആവശ്യം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം 1935 ബോംബെ സമ്മേളനമാണെന്ന് ഓർത്തുവയ്ക്കുക. INC പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശ വനിത എന്ന് വെച്ചാൽ ആരാണ്? നെല്ലിസൺ ഗുപ്ത എന്ന് ഓർത്തുവയ്ക്കുക. നെല്ലിസൺ ഗുപ്ത. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത പോയിന്റ്, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്ന ANC സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. നെഹ്റുവായിരുന്നു അധ്യക്ഷൻ. ഇപ്പോൾ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്ന ANC സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണെന്ന് ഓർത്തുവയ്ക്കാം. കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ച വനിതകളുടെ എണ്ണം ചോദിച്ചാൽ 5 വനിതകളാണ്. ആരൊക്കെയാണ്? ആദ്യത്തത് ആനി ബെസന്റ് 1917, രണ്ടാമത്തത് സരോജിനി നായിഡു 1925, മൂന്നാമതാര നെല്ലിസൺ ഗുപ്ത. നെല്ലിസൺ ഗുപ്ത. അടുത്ത നാലാമതാര ഇന്ദിരാഗാന്ധി. അടുത്ത അഞ്ചാമതാര സോണിയ ഗാന്ധി. ഒക്കെ മറന്നു വരുന്നത്. അടുത്ത INC പ്രസിഡന്റായ ആദ്യ മലയാളിയായിരുന്നു വെച്ചാൽ ചേറ്റൂർ ശങ്കരൻ നായർ. ഓക്കെ, അമരാവതി സമ്മേളനം ചേറ്റൂർ ശങ്കരൻ നായർ 1897. ചേറ്റൂർ ശങ്കരൻ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ്. ANC പ്രസിഡന്റായ മലയാളി ആര് എന്ന് ചോദിക്കാറുണ്ട്. അടുത്ത് മദ്രാസിൽ നടന്ന ആദ്യ ANCയുടെ 3-ാം സമ്മേളനത്തെ പ്രതിനിധികൾ എത്രയെന്ന് വെച്ചാൽ 607 പ്രതിനിധികളാണ് പങ്കെടുത്തത്. കോൺഗ്രസിന്റെ 100ാമത് വാർഷിക സമ്മേളനം നടന്നത് 1985. ചരിത്ര പ്രസിദ്ധമായ 1916 ലക്നൗ സമ്മേളനത്തിലെ അധ്യക്ഷം വഹിച്ചതാരെന്ന് വെച്ചാൽ AC മജുംദാർ. INCയുടെ ഏത് സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷ വഹിച്ചത്? 1924 ബൽഗാം സമ്മേളനം. പലതവണ PSC ചോദിച്ച ചോദ്യമാണ്, ഓർത്തുവെച്ച് പഠിക്കുക. അടുത്ത ഏത് സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് മാതൃക അംഗീകരിച്ചത്? 1955 ആവടി സമ്മേളനം. ആവടി എവിടെയെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലാണെന്ന് കൂടി ഓർത്തുവയ്ക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തുവയ്ക്കുക. നമുക്ക് അടുത്ത ചോദ്യമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.